സമരവേദിയിൽ എവിടെ നോക്കിയാലും ഓടി നടന്ന എല്ലാ പണികളും കൃത്യമായി ചെയ്യുന്ന റെഡ് വോളണ്ടിയേഴ്സിനെ കാണാനായിട്ട് സാധിക്കും. പല പ്രായത്തിലുള്ള റെഡ് വോളണ്ടിയേഴ്സാണ് ഇവിടെ ഉള്ളത്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു റെഡ് വോളണ്ടിയർ ഉണ്ട്, പേര് ബാസിൽ. അപ്പോൾ ബാസിൽ ഇപ്പോൾ കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. എത്ര വയസ്സുണ്ട്? 18. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് ഈ പ്രവർത്തനമൊക്കെ? നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അഭിമാനത്തോടു കൂടി തന്നെയാണ് ഇതിനെ കാണുന്നതും ഇത് പ്രവർത്തിക്കുന്നതുമൊക്കെ. CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം എന്നുള്ളത് തികച്ചും ചരിത്രപരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഒരു ജില്ലയിലേക്ക് 30 വർഷം കഴിയുമ്പോഴാണ് ഒരു സമ്മേളനം വരുന്നത്. ആ സമ്മേളനം വരുമ്പോൾ അതിൻ്റെ സംഘാടനത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ റെഡ് വോളണ്ടിയർ ചുമതലകൾ വഹിക്കുന്നത്. നാട്ടിൽ പൊതുപ്രവർത്തനമൊക്കെ ഉണ്ടോ? ഞാൻ ബാലസംഘത്തിലൊക്കെ ഉണ്ട്. ബാലസംഘത്തിൻ്റെ കൊല്ലം ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. SFI പ്രവർത്തിക്കുന്നുണ്ട്, DYFI എല്ലാത്തിലും ഉണ്ട്. അവിടുത്തെ പ്രവർത്തനമൊക്കെ എങ്ങനെ പോകുന്നു? ഗംഭീരമായിട്ട് പോകുന്നു, നല്ല രീതിയിൽ തന്നെ. അപ്പോൾ ഇവിടെ വന്നിട്ട് നേതാക്കളെയൊക്കെ ഒത്തിരി നിരവധിയായിട്ടുള്ള നേതാക്കളെയൊക്കെ കാണാൻ പറ്റി, അവർ അടുത്ത് നിൽക്കാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എന്ത് തോന്നുന്നു? കേവലം രാഷ്ട്രീയ നേതാക്കൾ എന്നതിലുപരി ഇവരൊക്കെ CPM-ൻ്റെ നേതാക്കളാണ്. CPM എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ളൊരു സംഘടനയാണ്, ഒരു പ്രസ്ഥാനമാണ്. ഈ കേരളത്തിൻ്റെ ഈ ഒരു പുരോഗമനപരമായിട്ടുള്ളൊരു മാറ്റത്തിനൊക്കെ കാരണമായ, വിപ്ലവങ്ങൾക്കൊക്കെ കാരണമായ കമ്മ്യൂണിസ്റ്റ് ആശയം ഉൾക്കൊള്ളുന്ന ഈ പാർട്ടി CPM-ൻ്റെ നേതാക്കളാണ് ഇവരൊക്കെ. ഈ പാർട്ടിയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് തന്നെ ഇവർ തന്നെയാണ്. അപ്പോൾ അവരെ കാണാൻ സാധിക്കുക, അവരെ പരിചയപ്പെടാൻ സാധിക്കുക, അവർക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷവും അഭിമാനവും ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്നത് തിരുവനന്തപുരം കല്ലമ്പലം KTCT കോളേജിലാണ്. അവിടെ BBA ആണ് പഠിക്കുന്നത്, 1ാം വർഷ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ തൽക്കാലം ജോലിക്കൊന്നും നോക്കുന്നില്ല, പഠിത്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് താല്പര്യം. രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ പൊതുപ്രവർത്തനം എന്നും കൂടെ കാണും. മനുഷ്യരാകുമ്പോൾ അല്ലെങ്കിൽ യുവാക്കളാകുമ്പോൾ കൃത്യമായിട്ട് രാഷ്ട്രീയ ബോധവും സാമൂഹ്യ ബോധവുമുള്ള ആളുകളായിരിക്കണം. അത് ഇല്ലാത്തതിൻ്റെ കുറവാണ് നമ്മളിന്ന് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളിന്ന് ഈ രാജ്യത്ത് കാണുന്നത്. സാമൂഹ്യ ബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള ഒരു യുവാവിനോ ഒരു മനുഷ്യനോ ഒരിക്കലും തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നതിൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം. ഇപ്പോൾ സമ്മേളന നഗരിയിലോട്ട് ഞങ്ങളിപ്പോൾ കയറി വരുമ്പോൾ തന്നെ റെഡ് വോളണ്ടിയേഴ്സ് ഇങ്ങനെ നീണ്ട നിരയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാം ചുമതലകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? അത് നമ്മളെ റെഡ് വോളണ്ടിയർ ക്യാപ്റ്റൻ നമുക്ക് വിവിധ ചുമതലകൾ നിശ്ചയിച്ച് നൽകും. അത് ഇപ്പോൾ ഡയസിലേക്കുള്ള ചുമതലയായിരിക്കാം, കവാടത്തിലുള്ള ചുമതലയായിരിക്കാം, ഡോറുകൾക്കുള്ള ചുമതലയായിരിക്കാം. ചിലപ്പോൾ അധികമായിട്ട് ചുമതലകളും നമ്മൾ ചെയ്യേണ്ടി വരും. മുതിർന്ന സഖാക്കളെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ക്രൗഡിനെ കൺട്രോൾ ചെയ്യുക, അത്തരത്തിലുള്ള പല പല ചുമതലകളും ഇതിലുണ്ട്. അപ്പോൾ റെഡ് വോളണ്ടിയറിൻ്റെ ഒരു അനുഭവത്തിൽ നമുക്ക് ഒരിക്കലും ഒരു ചുമതല മാത്രമായിട്ട് നിർവഹിച്ചുകൊണ്ട് നിൽക്കാൻ സാധിക്കില്ല. എല്ലാത്തിലും നമ്മൾ ഒന്ന് ഓടിച്ചെന്ന് നിന്നാൽ ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് പോവുകയുള്ളൂ. ഏതായാലും ബാസിലിനെ പോലെയുള്ള ഇത്തരം റെഡ് വോളണ്ടിയേഴ്സിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് സമ്മേളന നഗരിയിലും വ്യത്യസ്ത കാഴ്ചകളായി കാണുന്നത്. ക്യാമറമാൻ പ്രകാശ് ശിവന്തകിനൊപ്പം സോന കണ്ടത്തിൽ ഫിലിപ്പ്, കൈരളി ന്യൂസ്.